ഹലോ ഹായ് ഗൈസ്. ഇവിടെ വികലാംഗി ഇരിപ്പുണ്ട്. അതായത് നമ്മൾ കാണുന്നില്ല എന്നെ. നമ്മൾ തൃശ്ശൂര് പോവാണ്. നമ്മള് ഡാൻസ് കളിക്കാൻ പോവാണ് അല്ലേ? അതെ, ഇന്റർ സോണൽസ്. നമ്മളിവിടെ ജയിച്ചല്ലോ. അതിന്റെ വ്ളോഗ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടിലേക്ക് പോയി കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ജയിച്ചല്ലോ. അപ്പൊ നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് ക്വാളിഫൈ ആയിരിക്കണം. അപ്പൊ നമ്മൾ ജമാൽ ഖാൻ അവരെ എടുക്കരുത് എന്ന് പറഞ്ഞതാണ്. ക്യാമറയുടെ മുമ്പിൽ വരാൻ താല്പര്യമില്ലാത്ത ഇന്റർവ്യൂ. എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ ചായ കുടിക്കാൻ കയറിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പൊ നമ്മളങ്ങനെ ട്രെയിനിൽ കയറി. 3:50-നാണ് ട്രെയിൻ എടുക്കുന്നത്. ഇന്ന് ഭയങ്കര തിരക്കട്ടോ. എന്താണെന്നറിയില്ല. ഇല്ല, ഇത് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവരും കയറി സെറ്റിലായി. നമ്മൾ തൃശ്ശൂരൊക്കെ 7:30 ആവുമ്പോഴാണ് തൃശ്ശൂര്. അല്ലെങ്കിൽ നമ്മൾ കള്ളനും പോലീസും കളിക്കുകയാണ്. അഷ്കർ പേനസ് ആണ് പോലീസ്. ഇതിൽ ആരാണ് കള്ളൻ? ഞാൻ അടക്കമുണ്ട്. ഇവരുടെയൊക്കെ മുഖം കണ്ടിട്ട് ഓവർ അഭിനയിക്കുന്ന ആരോ ആണെന്ന് തോന്നുന്നു. എന്നെയും ഒരു സംശയദൃഷ്ടിയോടെ അഷ്കർ പേനസിന് കാണാം. 0 പോയിന്റ്. ഇവിടെ കള്ളനും പോലീസ് മാർക്ക് അതിവിദഗ്ധമായി ഗായുദിലും അദ്ദേഹയും കൂട്ടുകയാണ്. ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ആരാണ് വിജയി എന്ന് കണ്ടെത്താൻ കഴിയും. 4 ഇഞ്ചറിയായി ശിവാനി മനോജ് ഈ തിരക്കിലും എഴുതുന്നു, പഠിക്കുന്നു. അഞ്ചാമത് അയ്യോ, ഭയങ്കര കുറവ്. തേർഡ് വാക്കിന്റെ സെക്കൻഡ് സാധനം അരി. ഗൈസ്, നമ്മള് ദംശരാട്സ് കളിക്കട്ടെ. കുടുങ്ങിയിരിക്കുകയാണ് ഇവിടെ. ഒന്നും കിട്ടുന്നില്ല. ഫസ്റ്റ് പാട്ട് ഹൃദയം, അതിന്റെ സെക്കൻഡ് പാട്ടാണ് അരി. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ. ഹലോ. അപ്പൊ അങ്ങനെ നമ്മള് സ്റ്റേ ഒക്കെ പോയി നമ്മള് ചെക്ക് ഇൻ ചെയ്തു അല്ലേ ശിവ? ചെക്ക് ഇൻ ചെയ്തു. യെസ്. നമുക്കിവിടെ ഇന്റർസോണൽസ് ഹോസ്റ്റ് ചെയ്യുന്നത് വൈദ്യരത്നം ആയുർവേദ കോളേജാണ്. തൃശ്ശൂരിലെ ഒല്ലൂരിൽ അല്ലേ? നമ്മുടെ സ്റ്റേജും നമ്മുടെ കോളേജൊക്കെ ഒന്ന് കാണാൻ വരികയാണ്. നാളെ നമ്മൾ ഏത് സ്റ്റേജിലാണ് കളിക്കുന്നത്? ഗൈസ്, എന്താണ് അഭിപ്രായം? ഇഞ്ചുറി ആയല്ലേ? എനിക്കും ഇഞ്ചുറി ആയി എന്റെ കാലില്. ഇതാണ് നമ്മുടെ കോളേജിലുള്ള ബാക്കി ആളുകളൊക്കെ ഇവിടെ ചുമ്മാ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആർട്ട് സെക്രട്ടറി. ബ്ലോഗാണോ? ജനറൽ സെക്രട്ടറി. പണ്ടൊക്കെ എങ്ങനെ പോകുന്നത്? പണ്ടൊന്നും പ്രത്യേകിച്ച് കയ്യിലില്ലാത്തതുകൊണ്ട് ഒരുപാട് ഓടിക്കാനായിട്ട് കഷ്ടപ്പെടേണ്ടി വരുന്നു പോകുന്നു. ഇല്ല, വെള്ളം കോരി താഴെ ഒഴിക്കുന്ന പോലെ പൊക്കോണ്ടിരിക്കുന്നു. ബുദ്ധിമുട്ടൊന്നും ഇല്ല. കയ്യിൽ വെച്ച് ഈ പരിപാടിയെ കുറിച്ച് പരിപാടിയെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കുഴപ്പമുണ്ടല്ലോ. എന്തൊക്കെ സ്റ്റേജൊക്കെ കുറച്ച് അലമ്പാണ്. ഒരു സ്റ്റേജിൽ പാട്ട് പാടിയാൽ മറ്റേ സ്റ്റേജിൽ പാട്ട് പാടാൻ പറ്റത്തില്ല. അതാണ് നിലവിലെ അവസ്ഥ. കുറച്ചു നേരം മുമ്പ് സംഘാടക സമിതി ഓഫീസിൽ നിന്ന് കുറെ ആൾക്കാരെ വന്ന് കുറച്ച് പയ്യന്മാരെ കുറച്ച് ചീത്ത വിളിച്ച് ഓടിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പേടിച്ചാണ് വിളിച്ചിരിക്കുന്നത്. ഓ മൈ ഗോഡ്, ഈ സ്റ്റേജിലാണെങ്കിൽ കളിക്കണം എന്നാണ് പേര് പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഡാൻസിന്റെ കൊറിയോ വെച്ചിട്ട് ഈ സ്റ്റേജ് ഞങ്ങൾക്ക് തികയത്തില്ല. നമ്മ ഈ സ്റ്റേജ് കണ്ടിട്ട് സങ്കടം വരുന്നു. ഇത്ര പ്രാക്ടീസ് ചെയ്ത് എന്തിനാന്ന് ആലോചിച്ചിട്ട്. ഇവിടെ ആര് നിൽക്കണം? നമ്മൾ 20 പേര് എങ്ങനെ ഇവിടെ നിൽക്കാനാ? ഒരു ഇന്റർസോണൽസ് നടത്തുമ്പോ ഒരിത് വേണ്ടേ? എന്താണ് ഷബു ഈ സ്റ്റേജിനെ കുറിച്ച് അഭിപ്രായം? ഇങ്ങോട്ട് വരൂ. കമാൺ നമുക്ക് ചർച്ചയ്ക്ക് വേണ്ടി എനിക്ക് പറ്റത്തുള്ളൂ. ഇപ്പൊ
നമ്മളാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ് അല്ലേ. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവർക്ക് ഇല്ല സാധനം, ഇല്ലാത്തൊരു സാധനം ഇവര് മാക്സിമം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ സൈഡിലേക്കുള്ള സ്ഥലം കൂടെ യൂട്ടിലൈസ് ചെയ്തിരുന്ന അത്യാവശ്യം വലിയൊരു സ്റ്റേജ് ഉണ്ടാവില്ലായിരിക്കും. ഫണ്ട് യൂണിവേഴ്സിറ്റിന്റെ ഇല്ലേ, യൂണിവേഴ്സിറ്റി പൈസ കൊടുക്കും. സ്റ്റേജ് കെട്ടുള്ള മാത്രമല്ലല്ലോ ഇന്ത്യൻ സോണൽസ്. പിന്നെ ആകെയുള്ളൊരു സമാധാനം എന്താ വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പ് ഡാൻസിന് നല്ലൊരു വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. നല്ലൊരു രീതിയിൽ നമ്മളത് പെർഫോം ചെയ്തു ഒരു തവണ, അതിലൊരു സന്തോഷം. അതായത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നാളെ കളിക്കാൻ പോകുന്ന സ്റ്റേജ് വളരെ ചെറുതാണ്. നമ്മി വരൂ നമ്മൾ ഫോർമേഷൻ വരെ മാറ്റി അല്ലേ നമ്മി? നമ്മൾ നാളെ കളിക്കാൻ പോകുന്ന ഡാൻസ് 2 മാസമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡാൻസ്, അതിന്ന് നമ്മൾ രണ്ട് പേര് വെച്ച് മാറ്റി. സ്റ്റേജ് ചെറുതായതുകൊണ്ട് ആലോചിക്കണം, ഇന്റർസോണൽസ് ആണിത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളിച്ച് ചിലപ്പോൾ സ്റ്റേജിന് പുറത്തോട്ട് വീഴും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അല്ല, ലാസ്റ്റ് മൊമെന്റിൽ ഇപ്പൊ അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞിരുന്ന സ്റ്റേജ് അല്ല, വേറെ സ്റ്റേജ് ആണെന്നാണ്. അതും വോളി കോർട്ടിലേക്ക് എത്തിയ വെറും ടെമ്പറാണ് ഉണ്ടാവുന്ന ഒരു. കാരണം നമ്മൾ സാധാരണ ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറയുന്നത് നമ്മുടെ സോണൽസിന്റെ ഇന്റർ സോണൽസിന്റെ ഒരു മെയിൻ ഇവന്റ് പോലെയാണ്. നമ്മൾ ഏത് കോളേജിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഒന്നിൽ കൂടുതൽ സ്റ്റേജുകൾ ഉണ്ടാവും. അപ്പം അതിൽ ഏറ്റവും വലിയ സ്റ്റേജാണ് നമ്മൾ സാധാരണ ഗ്രൂപ്പ് ഡാൻസിന് കൊടുക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ കോളേജിൽ ഭയങ്കര ചെറുതാണ്. അതിപ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല, ഇവരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് തരാൻ പറ്റുന്ന മാക്സിമം ആണ് ഇവർ തരുന്നത്. പക്ഷെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ തൈക്കാട്ടുശ്ശേരി ടെമ്പിൾ ഗ്രൗണ്ടിലോട്ട് എന്തിനാന്ന് ചോദിക്കും. നമ്മൾ അതെ, ലാസ്റ്റ് ഇപ്പോഴാണ് ഷെഡ്യൂൾ വന്നത്. നമുക്ക് അവിടെയാണ് പ്രോഗ്രാം എന്നത്. അപ്പൊ നമ്മൾ ആ സ്റ്റേജ് മണിക്ക് നാളെ രാവിലെ 10 മണിക്ക് കയറാണ്ട് കേട്ടോ നമ്മള്. ഓക്കെ, അപ്പൊ നമ്മൾ ആ സ്റ്റേജ് ഒന്ന് പോയി നോക്കുവാണ്. പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പരിപാടി എന്റെ ജീവിതത്തിൽ, എന്റെ കരിയറിൽ ഇതാദ്യമായിട്ടാണ്. അപ്പൊ നമ്മുടെ കൊറിയോഗ്രാഫർ വരുന്നുണ്ട്. നമ്മളെല്ലാരും കൂടെ പോയിട്ട് സ്റ്റേജ് ഒന്ന് നിരീക്ഷിക്കട്ടെ വല്ലതും നടക്കും. കാരണം ഇപ്പോഴാണ് നമുക്ക് പുതിയ വേറെ സ്റ്റേജ് ആണെന്ന് പറഞ്ഞത്. അപ്പോ നമ്മുടെ കൊറിയോഗ്രാഫർ എത്തി. അപ്പൊ നമ്മൾ നാളെ കളിക്കാൻ പോകുന്ന ഗ്രൗണ്ട് പോയി, അല്ല സ്റ്റേജ് പോയി കണ്ടു. അമ്പലപ്പുറം ടെമ്പിൾ ഗ്രൗണ്ട് ഒന്നും പറയാനില്ല എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഒന്നും പറയാനില്ല. ഇങ്ങനൊരു ഹോസ്റ്റിംഗ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ട്. ഇന്റർ സോണൽസ് ആണെന്ന് തഹരീറിന് മാറ്റി തകരാറിനാക്കുന്ന ഒരു പരിപാടിന്റെ പേര്. അത്ര തകരാറിലാണ് ഇതിന്റെ ഹോസ്റ്റിംഗ് സിസ്റ്റം കിടക്കുന്നത്. ഭയങ്കര വിഷമമുണ്ട്, ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ് ഞങ്ങൾ. റൂൾ ബുക്കില് 20 മെമ്പേഴ്സിനെ കളിക്കാം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റേജ് തരേണ്ട ഉത്തരവാദിത്വം കോളേജിന്റെ ആണ്. അതാ സ്കൂളിലൊക്കെ ഇതിലും വലുതല്ലേ. സ്ഥലം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഇവര് സ്റ്റേജ് കെട്ടാത്തത്. ഇത് ശരിയായിട്ടുള്ളൊരു ഹോസ്റ്റിംഗ് അല്ല. റിയലി ഡിസപ്പോയിന്റഡ്. മറക്കത്തില്ല 2024 ഇന്റർ സോണൽസ് വൈദ്യുരത്വം ആയുർവേദ കോളേജ് ഒല്ലൂരിൽ വെച്ച് നടന്ന ഈ ഒരു തഹരീർ മറക്കത്തില്ല. തകരാറിലായി പോയി. വിഷമം തോന്നരുത് ഹോസ്റ്റ് ചെയ്ത ടീമിന്. നിങ്ങൾ ചെലവാക്കിയ പൈസയൊക്കെ വെള്ളത്തിലായി എന്ന് എനിക്ക് പറയാനുള്ളൂ. കൊറിയോഗ്രാഫർ ആകെ എന്താണ് സാർ, എന്താ സാർ പറയാനുള്ളത്? സാറിന്റെ എക്സ്പ്രഷൻ, സാറിന്റെ ആ ടെമ്പിൾ ഗ്രൗണ്ടിൽ പോയതുകൊണ്ട് സാറിന്റെ കാറിന്റെ അടി ഒരുപാട് തട്ടി എന്ന് മാത്രമേ ഉള്ളൂ. കോളേജിന്റെ ആ മൂക അന്തരീക്ഷത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്ത് ചാടുക എന്നതാണ്. അത് നമ്മൾ വന്നിരിക്കുന്നത് കൊടാ കഫേയിലാണ്. കൊടാ ഗാർഡനോ ഗൈസ്, ഇത് ഭയങ്കര മുടിഞ്ഞ ആംബിയൻസ് കേട്ടോ. ശരിക്കും അവർക്ക് ഇവിടെ വെക്കാൻ പറ്റും. അതാ ഞാൻ ആലോചിക്കുന്നത്. ഓ നൈസ് നൈസ്. മീനമ്മ ഇഷ്ടപ്പെട്ടോ ആംബിയൻസ്? ഫുഡ് കൊള്ളുമെന്നറിയില്ല. അതെ, കയ്യിൽ നിന്ന് കുറച്ച് കാശ് പോകുന്നു തോന്നല്ലേ. ഗൈസ്, നമ്മളങ്ങനെ കൊട കഫേയിലോട്ട് വന്നിരിക്കുന്നു. അത്യാവശ്യം നല്ല ആംബിയൻസ് ആണ്. പക്ഷേ അതിനനുസരിച്ച് റേറ്റും ഇത് ഞങ്ങളുടെ നെഗറ്റീവ് എനർജിയാണ്. ഞങ്ങളുടെ കൊറിയയിലെ നെഗറ്റീവ് എനർജി. ഏകദേശം സമയം എന്തായി നമ്മി? 1:14. നമ്മളിപ്പോ എന്തിനാ വന്നേ ഇവിടെ? നമ്മള് സ്റ്റേജ് ചെറുതായതുകൊണ്ട് നമുക്ക് 20 പേർക്ക് ഇവിടെ നിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ പകുതി പേരെ നമുക്ക് ഇവിടെ കേറാൻ പറ്റുള്ളൂ ഈ സ്റ്റേജില്. അതും തറാന്ന് പറഞ്ഞ കല്ല. കാല് കുത്തിയ വേദനിക്കും. എന്താ ചെയ്യാ? ലിറ്ററലി മടുത്ത് സത്യം പറയാലോ. തൃശ്ശൂര് വന്നപ്പോ മുതൽ
ഞങ്ങൾക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങളാണെങ്കിൽ തലേന്ന് കെട്ടിക്കുത്തി വന്നത് ഒന്ന് കിടന്നുറങ്ങി റെസ്റ്റ് എടുത്തിട്ട് പിറ്റേന്ന് നല്ലപോലെ കളിക്കാനാണ്. അപ്പൊ റെസ്റ്റ് എടുക്കലിന് നല്ല തീരുമാനമായി. ഈ സ്റ്റേജിന്റെ അവസ്ഥ കാരണം ഉറക്കവും ഇല്ല. ഇനി നാളെ രാവിലെ ഞങ്ങൾ 6 മണിക്ക് എണീറ്റ് മേക്കപ്പും തുടങ്ങണം. എന്തിന്? ഈ സ്റ്റേജിൽ കളിക്കാനായിട്ട്. അത് കളിച്ചു തീർക്കാൻ മര്യാദക്ക് പറ്റുമെന്ന് പോലും അറിഞ്ഞൂടാ. ഇവളൊക്കെ ഇപ്പൊ ചാവുന്ന അവസ്ഥയായിട്ടുണ്ടല്ലേ, പാവം എന്റെ കൊച്ച്. അപ്പൊ നമുക്ക് എത്രയായി സമയം? എനിക്കറിയത്തില്ല, ഫോൺ സ്വിച്ച് ഓഫ്. 2:45 അല്ലേ നമ്മള്? അതെ, നമ്മളിനി ഉറങ്ങാൻ പോവാണ്. എന്നിട്ട് നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് എണീക്കണം എന്നുള്ളതാണ് സത്യം. ഞാൻ മേക്കപ്പ് തുടങ്ങും. അപ്പൊ നമുക്ക് നാളെ കാണാം. ബൈ. അങ്ങനെ നമ്മുടെ സ്റ്റേ എത്തിയിരിക്കുന്നു. എന്ത് കണ്ട മത്തി അടുക്കിട്ട പോലെ ഇതാ കിടക്കുന്ന ഓരോരുത്തര്. പാറു സ്വന്തം വീട് പോലെ അങ്ങോട്ട്. ഈ അമ്മമാരൊക്കെ രാത്രി ഇങ്ങനെ ഇരിക്കത്തില്ലേ? ഞാനും റെക്കോർഡ് നമുക്ക് കൂളറൊക്കെ കിട്ടിയേ. സ്വാഭാവികം. നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊരു വീടാണ്. നമുക്ക് ഇവിടുത്തെ ഹോളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ബാത്റൂം ഉള്ളത് കേട്ടോ. സുഖമല്ലേ അജിലെ? അതെ, ഇനി ആർദ്രസാന് കുളിക്കുന്ന സീനാണ്. ഗുഡ് മോർണിംഗ്. ഹായ്. അച്ചടാ. ഇപ്പൊ സമയം 6:20. 6:20. നമുക്ക് മേക്കപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കും നമ്മളിപ്പോൾ പോവാണ്. നമ്മൾ മേക്കപ്പ് മാൻ വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് പയ്യെ കാണാം. ഹെയർ സ്റ്റൈലിസ്റ്റ് പ്രഭാതം. എൻ്റെ ഹെയർ സ്റ്റൈൽ നോക്കല്ലേ അമ്മേ, എല്ലാവരും ഉറക്കത്തിന് എണീറ്റ് വന്നു. മേക്കപ്പ് മാൻ ഏകദേശം 5:30 സമയമായപ്പോൾ വന്നിട്ട് നമ്മളെ വിളിച്ചുണർത്തി. അത്രയും ആത്മാർത്ഥമുള്ളൊരു മേക്കപ്പ് മാനാണ് നമുക്ക് കിട്ടിയത്. ഇനി പോയിട്ട് വേണം നമ്മൾ ഇച്ചിരി ആൾക്കാർ, നമ്മളിപ്പോൾ 5 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെ പയ്യെ എണീറ്റ് അവർ ഫ്രഷ് ആയിട്ട് നമ്മൾ ബാക്കിയുള്ളവരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോരുത്തർ ഷിഫ്റ്റ് ഇട്ട് മേക്കപ്പ് ചെയ്ത് ഹെയർ സ്റ്റൈലിങ് ചെയ്ത് ശിവൻ മനോജിൻ്റെ കൈയിൻ്റെ കാര്യത്തിലൊന്നും തീരുമാനമാവും. നമ്മൾ കോളേജിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗ്രീൻ റൂം എവിടെയാണെന്നുള്ളത് നമുക്ക് ആക്ച്വലി ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ വിളിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഗ്രീൻ റൂമിലെത്തി. ഇതാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത ഗ്രീൻ റൂം എന്ന് പറയുന്നത്. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് ആ നിൽക്കുന്ന 2 പേരും, അമ്മയും മോളുമാണ്. നല്ല ആർട്ടിസ്റ്റുകളാട്ടോ. ഹായ് ഗൈസ്. ആണ് ഫൈനൽ ലുക്ക്. പൊട്ട് നമ്മുടെ ഹെയർ സ്റ്റൈൽ കൊള്ളാം. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇതാണ്. ഹെയർ സ്റ്റൈലിസ്റ്റ് എല്ലാം എണീറ്റ് വന്നേ ഉള്ളൂ അല്ലേ? ഞാനെല്ലാം ഒരുങ്ങി കഴിഞ്ഞു. നിങ്ങൾ അവിടെ ഇരുന്നോ? എന്ത് പറയുന്നു സ്നേഹ രവീന്ദ്രൻ? ഹായ് അഞ്ജനെ. നിങ്ങൾ 2 അഞ്ജനകൾ. ഇതൊരു അഞ്ജന. അമ്മ എന്ത് പറയുന്നു? ടെൻഷൻ ഉണ്ടോ? ഉണ്ടല്ലേ, സാരില്ല. അപ്പോൾ നമ്മളങ്ങനെ മുടി കെട്ടുകയാണ്. ഞാനിവിടെ വന്നിട്ട് എല്ലാ പ്രോഗ്രാമിനും ഏകദേശം എന്നല്ല, ഈ 4 കൊല്ലത്തിൽ ഇവളാണ് എനിക്ക് മുടി കെട്ടി തന്നിട്ടുണ്ട്. അതാണ് പ്രത്യേകത. എല്ലാ പ്രോഗ്രാമും. ഇപ്പോൾ ഡാൻസ് എല്ലാം കഴിഞ്ഞല്ലേ? ഇനി ഡ്രസ്സ് ഇട്ടാൽ മതി. ഫുഡ് കഴിക്കുന്നു. എങ്ങനെയുണ്ട് അഞ്ജനെ ഫുഡ്? അങ്ങനെ നമ്മൾ റെഡിയായി. പേടിക്കണ്ട കേട്ടോ. അമ്മയില്ലേ മോൾക്ക്? അമ്മ ഒരു പാട്ട് പാടിത്തരാട്ടോ.
സുന്ദരിയായിട്ടുണ്ടല്ലോ. വിഷമമുണ്ടോ? ഓരോളും കൂടെ തേർഡ്. നമുക്ക് ഗ്രൂപ്പ് ഡാൻസിന് തേർഡാണ്. നല്ല കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കഴിവ് കുറഞ്ഞു പോയതുകൊണ്ടാണോ അതോ ഫസ്റ്റ് ഇട്ട് പിള്ളേർ കഴിവ് കൂടിപ്പോയതാണോ ഞങ്ങൾക്കിപ്പം അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല ആക്ച്വലി. കാരണം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഞാൻ കറക്റ്റ് മനസ്സിലാവും. എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? കാരണം കണ്ടു നിന്നവരൊക്കെ നമ്മുടെ ഡാൻസിന് ഭയങ്കര നല്ല അഭിപ്രായമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ കാണാത്തതുകൊണ്ട് കുഴപ്പമില്ല. എന്താ പറയാനുള്ളത്? എടാ, നമ്മൾ ശരിക്കും നമ്മുടെ മാക്സിമം ഇട്ടിട്ടുണ്ട്. ആ ഒരു സ്റ്റേജില് അവിടെ ഇരുന്ന ഓഡിയൻസ് മുഴുവൻ, ഈവൻ ജഡ്ജ് ഉൾപ്പെടെ കരഞ്ഞിട്ടുണ്ട് നമ്മുടെ സാധനം കണ്ടിട്ട്. എല്ലാവരും ഫസ്റ്റ് ഉറപ്പിച്ചിരിക്കുക. നമ്മളിങ്ങനെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോഴാണ് ജഡ്ജ് വന്നത്. ഇതേപോലെ എന്താണ്, നമ്മൾ വിചാരിച്ച പോലെയല്ല, എല്ലാവരും അടിപൊളിയായിരുന്നു, തേർഡും സെക്കൻഡും ഒക്കെ കിട്ടി, എല്ലാവർക്കും ഫസ്റ്റ്. അത് കേട്ടപ്പോഴേ എന്തോ പ്രശ്നം. ഇവരിപ്പോഴാണ് റിസൾട്ട് കാണുന്നത്, ജഡ്ജിമാർ ഇപ്പോഴാണ് റിസൾട്ട് കാണുന്നത്. അവർ തന്നെ ഞെട്ടിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് എന്താ റിസൾട്ട് പറയാം, എന്തുകൊണ്ട് അവർക്ക് ഫസ്റ്റ് കൊടുത്തു, നമുക്ക് എന്തുകൊണ്ട് തേർഡാ എന്നുള്ളതിന്റെ ഒരു റീസൺ പോലും അവര് പറഞ്ഞിട്ടില്ല. സെക്കൻഡിന്റെ റീസണും പറഞ്ഞിട്ടില്ല. മിനിമം ഫസ്റ്റ് കിട്ടിയെന്ന് ഞാൻ സെക്കൻഡെങ്കിലും ഉണ്ടായിരിക്കും. അതുമില്ല. അതൊരുമാതിരി നമ്മളത്ര എനർജി, നമ്മളത്ര കോർഡിനേഷൻ ഉണ്ടായിരുന്നു, ഒരു ടീം പോലും ഇല്ലെന്ന് അവിടെ നിന്നിരുന്ന എല്ലാവരും ഉറപ്പിച്ചിരുന്നു. വേറെ കോളേജസ് വരെ എന്നിട്ടും ഞങ്ങളോട് ചതി അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി എന്താണ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നുമല്ല. നമ്മൾ നല്ല എന്താണ് സ്റ്റേജ് ചെറുതാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരിക്കലും അവിടെ കളിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ 2:30 വരെ തലേന്ന് നിന്ന് പ്രാക്ടീസ് ചെയ്ത് അത് ഓക്കെ ആക്കി തലേന്ന് ഫോർമേഷൻ മാറ്റി, എന്നിട്ട് അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് മേക്കപ്പ് ഇട്ട് 10 മണിക്ക് സ്റ്റേജിൽ കയറാൻ ഇത്രയും അടിപൊളിയായിട്ടായി. ഫുൾ ഓഡിയൻസ് അടിപൊളിയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് കളിച്ചെന്ന് മാത്രമാണ്. നമുക്ക് കാലിബർ ഉണ്ട്, അത് നമുക്കും അറിയാം, കണ്ടവർക്കും അറിയാം, സാറിനും അറിയാം. സാറും ഭയങ്കര ശ്രദ്ധായിരുന്നു. എന്താ പറയാ, ആ ഒരു സമയത്ത് റിയാക്ട് ചെയ്യാൻ പോലും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഇപ്പൊ ചെന്ന് എന്തുകൊണ്ട് നമുക്ക് തന്നില്ല എന്ന് ചോദിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ആയി. പക്ഷെ ആ ടൈമില് ലിറ്ററലി ഷോക്ക്. ഇപ്പോഴാണ് ബോധം വന്നത്. അപ്പൊ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു ആ റിസൾട്ട് കേട്ടിട്ട്. അത്ര പറയാനുള്ളൂ. ഞങ്ങൾക്ക് ഈ ഒരു ഇന്റർസോണൽ ഭയങ്കര തകരാറ് തന്നെയാണ്. അതെ, തോന്നുന്നു മനസ്സിൽ ഇപ്പൊ എന്താ പറയാനുള്ള പറഞ്ഞോളൂ. ഡിസേർവിംഗ് അല്ലാതെ എന്റെ അടുത്തും കുറെ പേര് പറഞ്ഞു. ഇതിനാണ് നീ എന്നോട് വ്ലോഗ് എടുക്കാൻ പറഞ്ഞത്. നീ കണ്ടായിരുന്നോ ഫുള്ള് ഗ്രൂപ്പ് ഡാൻസും? നമ്മുടെ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? എന്താ ഞങ്ങളുടെ സൈഡില് 2 പേര് മാത്രമേ നമ്മുടെ കോളേജിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വേറെ ഏതോ കോളേജിലാണ്. പക്ഷെ നിങ്ങളുടെ ആ ഒരു പൊലിക സീനില്ലേ, ആ സീനൊക്കെ വന്നപ്പോൾ ഞങ്ങളിലും കൂടുതൽ കൈയടിച്ച അവരായിരുന്നു. അടിപൊളിയായിരുന്നു നിങ്ങളുടെ, സൂപ്പർ. എന്താ പറയാ, മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് നിങ്ങൾ. അത്രയും മതി. നമ്മൾ തൃശ്ശൂരിൽ അലങ്കാർ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ. അപ്പൊ നമ്മൾ